ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഡെസേർട്ടുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇത് ഒരു ഫ്രൂട്ട് പിസ്സയാണിത്. തണ്ണിമത്തൻ ബേസായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടായത്. സാധാരണയായിട്ട് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒരു ഡെസേർട്ട് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫ്രൂട്ട് സാലഡ്. പക്ഷേ ഫ്രൂട്ട് സാലഡ് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പം ഫ്രൂട്ട് സാലഡിന് യൂസ് ചെയ്യുന്ന സെയിം ഫ്രൂട്ട്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര കാണാൻ നല്ല ഭംഗിയായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടൊക്കെയുള്ള ഒരു ഡെസേർട്ടാണ് ഈ ഫ്രൂട്ട് പിസ്സ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: വാട്ടർമെലൺ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഗ്രീൻ ഗ്രേപ്സ്, സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ അത്രയും സാധനങ്ങൾ ഞാനിവിടെ എടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണയായിട്ട് ഇതിന് ഒത്തിരി പുളിയുള്ള ഫ്രൂട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ക്രീം ചീസ് റോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്കുണ്ട് ക്രീം ചീസ് ഒരു 14 ounce, അതാണ്ട് 1.25 bar, പിന്നെ അൺസോൾട്ടഡ് ബട്ടർ ഒരു ബാർ, 8 ounces, പൗഡർഡ് ഷുഗർ 1.25 cup. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത്. നമുക്ക് ഈ പിസ്സയുടെ ബേസ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാം. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന വിധമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്യുമ്പം ഒത്തിരി അങ്ങ് കനത്തിൽ കട്ട് ചെയ്യാതിരിക്കുക നല്ലത്. നമുക്കിത് സെൻറ്ററിൽ കൂടെ ഒന്നും കൂടെ മുറിച്ച് നമുക്കിത് ഓരോ പീസും ആ പിസ്സയുടെ സൈസാക്കി മാറ്റാം. ഇനി സ്ട്രോബെറി കട്ട് ചെയ്യാം. ടോപ്പിങ്ങിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ മുറിച്ച് വെക്കുമ്പം കളർ മാറുന്ന ഫ്രൂട്ട്സ് യൂസ് ചെയ്യാതിരിക്കുമായിരിക്കും കാണാൻ ഭംഗി. അതായത് ആപ്പിള്, പഴം, ഇതൊക്കെ നമ്മൾ മുറിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ കളർ മാറും. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഈ ടോപ്പിങ്ങിന് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പൊമഗ്രനേറ്റ് ഈ ഫ്രൂട്ട് പിസ്സയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ്. പൊമഗ്രനേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഗ്രേപ്സും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഗ്രേപ്സ് നിങ്ങൾക്ക് നീളത്തിലോ കുറുകയോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ വലിയ പീസാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. നമുക്ക് ഈ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആകുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. ഇനി അഥവാ ഇത് കട്ടിയായിട്ടായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മൈക്രോവേവിൽ ഒരു 20 seconds ഒന്ന് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഇപ്പം ബട്ടർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ബട്ടറിൻ്റെ ആ കറക്റ്റ് നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോൾ ബട്ടറിൻ്റെ ആ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് ഇച്ചിരും കൂടെ ഒന്ന് ഒറിജിനൽ കളറിൽ നിന്ന് ലൈറ്റായിട്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇതിലോട്ട് ഇനി നമുക്ക് ആ 14 ounce ക്രീം ചീസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് 1.25 cup ഷുഗർ ഇടാം. ഷുഗർ കുറേശ്ശെയായിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഞാനിവിടെ 2 തണ്ണിമത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഫ്രോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരെണ്ണേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി അളവുകൾ യൂസ് ചെയ്യാം. പക്ഷേ ബീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും എടുത്തേക്കുന്നത്. പിന്നെ ബാക്കി വന്നാലും ഇത് നമുക്ക് ഈ ബാക്കി ഫ്രോസ്റ്റിംഗ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലോട്ടോ ഒരു സിപ്ലോക്ക് ബാഗിലോട്ടോ മാറ്റാം. ഞാനിപ്പം ഇത് ഇവിടെ സിപ്ലോക്ക് ബാഗിലേക്കാണ് മാറ്റുന്നത്. ചിലരൊക്കെ ഈ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് പകരം ഗ്രീക്ക് യോഗർട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷനൊക്കെ നമ്മളിത് എടുക്കുമ്പം കുറച്ച് നേരം വെച്ചേക്കുന്നതാകുമ്പം ഇത് നമ്മൾ ഗ്രീക്ക് യോഗർട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് വാട്ടറി ആയിട്ടും കുറച്ച് പുളിയായിട്ടും ഒക്കെ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ സിപ്പ് ലോക്കിൻ്റെ അറ്റത്തോട്ട് ഒരു ചെറിയ ഹോൾ ഇടുവാണ്.
അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ വാട്ടർമെലൺ പീസിൻ്റെ മുകളിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈ ഫ്രോസ്റ്റിംഗ് നമുക്ക് ഓരോ വാട്ടർമെലൺ പീസിൻ്റെ മുകളിലോട്ടും ആദ്യം എല്ലാം ഒന്ന് പൈപ്പ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ പൈപ്പ് ചെയ്യുമ്പം ഈ വാട്ടർമെലൻ്റെ വൈറ്റ് ഭാഗത്തേക്ക് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കാണാനൊരു ഭംഗി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒന്നൊന്നായിട്ട് ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് പല കളറുള്ള ഫ്രൂട്ട്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഈ കിഡ്സിൻ്റെ പാർട്ടിക്കൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യുമ്പോൾ പല ഷേപ്പൊക്കെ ആക്കി കണ്ണും മൂക്കും വായും ഒക്കെ ആക്കി വെക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഫ്രൂട്ട് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് സമ്മറിൽ കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. വീണ്ടും ഞാൻ അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.